പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പൗരോഹിത്യം 39 വർഷം പൂർത്തിയാകുകയാണ്. 23-ാം തീയതി ആണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്. അപ്പോൾ ഈ 1985. അപ്പോൾ ഈ 85 ഡിസംബർ 23 മുതൽ ഇന്ന് 2024 ഡിസംബർ വരെ ഉള്ള ഈ ദൈവ അനുഭവത്തിലെ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ദൈവാനുഭവം ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് അല്ല. മതപണ്ഡിതന്മാരും അക്കാഡമിഷ്യൻസുമാണ് ഇതിനെ വല്ലാത്ത രീതിയിൽ സങ്കീർണമാക്കി കളഞ്ഞത്. അവരന്വേഷിച്ച മേഖലയിലാണെങ്കിൽ പക്ഷേ പലപ്പോഴും ദൈവം ടാൻജിബിളുമല്ല. ക്രിസ്തുവിൻ്റെ പിതാവ് വളരെ ടാൻജിബിളാണ്, തൊടാൻ പറ്റും. അത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവവും അങ്ങനെയാണ്. ബുദ്ധി കൊണ്ട് തൊടാൻ പറ്റിയ ദൈവത്തെ ബൈബിൾ അവതരിപ്പിച്ചിട്ടില്ല. നമ്മളാണ് അതിനെ പഠന സബ്ജക്റ്റാക്കി മാറ്റി അത് അതിനെ വസ്തുവാക്കി മാറ്റി. പഠിക്കുമ്പോൾ ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്ത് വരും. ഒരു വ്യക്തി എന്ന നിലയിലേക്ക് ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്യും. കാര്യം നമുക്ക് പഠിക്കുന്ന ഓബ്ജക്റ്റാണല്ല, പക്ഷെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവം. അതുകൊണ്ട് എപ്പോഴും സാക്ഷ്യത്തിനാണ് കൃപാസനത്തിൽ പ്രാധാന്യം. എന്താ കാര്യം? ബൈബിളിൽ പ്രാധാന്യം സാക്ഷ്യത്തിന്. അതുകൊണ്ടാണ് ബൈബിളിൽ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടിലെ പ്രാധാന്യം സാക്ഷ്യത്തിനാണ്. സാക്ഷ്യം പല രീതിയിൽ വരും. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സാക്ഷ്യം വരണത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, നോക്കി, കാതുകൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ. അപ്പോൾ എന്തെല്ലാം 3 തരത്തിൽ ദൈവം ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യനാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1. അതാണ് അപ്പോസ്തലിക് സഭ, അപ്പോസ്തലിക് പാരമ്പര്യം. അതാണ് കൃപാസനം ഫോളോ ചെയ്യണത്. എപ്പോഴും അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിയാണ്. അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിക്ക് ഒരു ചെറിയൊരു ന്യൂനത ഉള്ളത്, അതിൻ്റെ മരിയൻ പെർസ്പെക്റ്റീവ് വേണ്ട വിധത്തിൽ അവർക്ക് അപ്പോസ്തലന്മാർക്ക് അനുഭവവേദ്യമായില്ല. അതുകൊണ്ട് അപ്പോസ്തല നടപടികളിലൊന്നും മരിയനെ പ്രതിഫലിക്കണില്ല. അതിൻ്റെ പോരായ്മയായി നമുക്ക് വരണത് ട്രഡീഷൻ, ഒരു വെളിപാടാണ്. സഭയുടെ ആസ്പദങ്ങളിൽ ഒന്നാണ് കർത്താവിൻ്റെ വചനവും, പിന്നെ എന്താണ് സഭയുടെ പാരമ്പര്യവും. സഭയുടെ പാരമ്പര്യ വെളിപാടിൻ്റെ ഭാഗം തന്നെയാണ്. സഭയുടെ പാരമ്പര്യത്തിലൂടെയാണ് അപ്പോസ്തല സ്പിരിച്വാലിറ്റിക്ക്, അപ്പോസ്തല കാലത്തെ സ്പിരിച്വാലിറ്റിക്ക് നഷ്ടപ്പെട്ട അനുഭവേദ്യമല്ലാതിരുന്ന മരിയൻ ആത്മീയത വരുന്നത് പാരമ്പര്യത്തിലാണ് വരുന്നത്. 2000 വർഷത്തെ പാരമ്പര്യവും സഭയുടെ പ്രതിസന്ധികളിലും കാലാകാലങ്ങളിലെ സഭയ്ക്കുണ്ടായിട്ടുള്ള പ്രാതികൂല്യങ്ങളിലെ പരിശുദ്ധ അമ്മ അതിലിടപെട്ട രീതികളും ഒക്കെ എല്ലാം കൂടി സഭ ഒരു മരിയൻ സ്പിരിച്വാലിറ്റി, മരിയൻ ലിറ്റർജിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന രൂപമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഇക്കാലങ്ങളിലെ, ഇനി നാളെ കാലങ്ങളിൽ ദൈവം വേറെ കാര്യങ്ങൾ ചെയ്യും. ഓരോ കാലത്തിന് പറ്റിയ രീതിയിലാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമായിട്ട് തന്നെയാണ് മറിയത്തിലൂടെയും വെളിപാടുകൾ നൽകുന്നത്. ഇപ്പം ഇവിടെ വരികയും ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചൊക്കെയാണ് വന്നത്. എന്നെ വ്യക്തപ്പോഴേ കർത്താവ് എന്നെ തുടങ്ങാൻ ആവശ്യപ്പെടുന്ന ഇത് വെച്ചാണ്. എന്താണ്? വചനം നൽകിയത്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഓൺ ദി സ്പോട്ടിൽ വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് ആലോചന ചെയ്തപ്പോഴേ കർത്താവ് പറഞ്ഞ വചനം ഇതാണ്. 8:13 ലൂക്ക 8:13 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.
ലൂക്ക 8:13. ലുക്ക 8:13. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അതായത് വചനത്തിൽ വരുന്ന ഒരു വിഷയം, ഒരു വർത്തമാനകാല സന്തോഷം ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ കുറഞ്ഞു വരും. കർത്താവ് വർത്തമാനകാല ആധ്യാത്മിക അനുഭവങ്ങളെ അത്ര കണ്ട് വില മതിക്കണില്ല. വർത്തമാനകാലം ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, പെട്ടെന്ന് വന്ന് ഒരു അനുഭവങ്ങൾ കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടായി. പക്ഷേ അടുത്ത കൊല്ലം ഡിസംബറിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് ഇപ്പം അറിയാം. പിടിയില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ സാക്ഷ്യം പറയാൻ പറ്റുന്നവരൊക്കെ എന്ത് ആഘോഷമായിട്ടാണ് വരുന്നത്. പക്ഷേ മാതാവ് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ചില സമയത്ത് ചിലർ പറയും, അമ്മ എന്താ ചിരിക്കാത്തത്, അമ്മ എന്താ സീരിയസ് ആയിട്ടിരിക്കണം എന്നൊക്കെ ചോദിക്കും ചിലർ. പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം കാണാൻ മാതാവിൻ്റെ മുഖത്താണ് നോക്കുന്നത്. അതൊരു കോമൺ ഫെയ്ത്താണ്. ഞാൻ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു. പുണ്യാളൻ പ്രസാദിച്ചിട്ടുണ്ട്, പുണ്യാളൻ മുഖം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ നോക്കും. പക്ഷെ നോക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് പ്രകാശിപ്പിക്കും. അതിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അതാണ് അവൻ്റെ വെളിപാട് മാർഗം അതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം അതിനെ ഉപയോഗിക്കും. സിമ്പിളാണത്. അത് ദൈവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു അത് വലിയ പഠിപ്പൊന്നുമില്ല, പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദം അവർ മനസ്സിലാക്കുന്നത് പുണ്യാളൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്. മാതാവ് പുഞ്ചിരിച്ചിട്ടുണ്ട്, അപ്പോൾ കാര്യം നടക്കും. അത് സിമ്പിളാണത്. അപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാകും, ഇവളുടെ അടുത്ത് ഈ വചനം എൻ്റെ മനസ്സ് വെളിപ്പെടുത്തേണ്ടത് ഈ രീതിയിലാണെന്ന് പറയുമ്പോൾ അവർക്ക് ആ രീതി വെളിപ്പെടുത്തി കൊടുക്കും ദൈവം. വെളിപാടുകൾ എല്ലാവരും IAS എല്ലാവരും റോമിൽ പോയി പഠിച്ചവരും അല്ല. കാര്യം 99% സാധാരണ മനുഷ്യരാണ്. ആധ്യാത്മികതയിൽ സാക്ഷരത ഒത്തിരി വേണ്ടവരാണ്. അവരുടെ ആധ്യാത്മിക നിലവാരത്തെ അവഗണിച്ചുകൊണ്ട് വലിയ പാണ്ഡിത്യം അഭിനയിച്ചിട്ട് നിത്യം ആർജിച്ച കാര്യമില്ല. കാര്യം എല്ലാവരും പഠിക്കണതും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട ജനങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബൈബിൾ പഠനപരമായിട്ടും അവർ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും, അവർക്ക് അറിയത്തില്ല. അപ്പോഴെന്താ വിഷയമെന്ന് പറയുന്നത്, ആ ജനങ്ങളിലേക്ക് ദൈവത്തെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളോട് എന്താ പറയണത്? ഇപ്പം എന്നെ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില മക്കളെങ്കിലും ഇപ്പം അങ്ങനെ ഒന്നും കേൾക്കണില്ല, തമ്പായിച്ച വന്നെന്ന് പറയും. അപ്പോൾ അതാരുടെ ഭാഷയാണ്? കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. അമ്പായി എന്ന് പറഞ്ഞു കൊടുക്കും. അമ്പായി അല്ലേ? ഇപ്പോഴത്തെ പെൺപിള്ളേർ അറിയത്തില്ലല്ലോ അവർക്ക്. പക്ഷെ പണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ തിരുസ്വരൂപം കാണുമ്പോൾ പറയും അമ്പായി ഈശോ എന്ന് പറയും. അപ്പോൾ അമ്പോ എന്നൊക്കെ വിളിപ്പിക്കും. അമ്പോ എന്ന് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതാ കുഞ്ഞുങ്ങളുടെ ഭാഷയിലേക്ക് അമ്മ ഇറങ്ങി വന്നെ കണ്ടില്ലേ? എന്ത് രസകരമായിട്ട് ഇറങ്ങി വന്ന്. അല്ല ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുക? മനസ്സിലാകത്തില്ല. ദൈവപുത്രൻ എന്നാണ്, മനുഷ്യപുത്രൻ എന്നൊക്കെ കുഞ്ഞിനോട് പറഞ്ഞ് എന്ത് ചെയ്യാനാണ്? അമ്പായി ഈശോ. അത് വളരെ സിമ്പിളാണ്. അത് പബ്ലിക് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നമാണിത്. പബ്ലിക് എഡ്യൂക്കേഷൻ ആ ജനങ്ങളുടെ നിലവാരത്തിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉണ്ടാക്കണം. ആരായാലും ശരി, സുവിശേഷം കൈകാര്യം ചെയ്യുന്നവർ ഒരു ആധ്യാത്മികതയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷ, അത് അനുഭവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ അണമുറിയാതെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം അതാണ്. സാക്ഷ്യം എന്താണ്? അനുഭവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണത്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഏറ്റവും പറഞ്ഞ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും. The word of God സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന,
ഈശോയെ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. അപ്പോസ്തല പ്രവർത്തനം 1:8. എന്നാൽ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യാഖ്യാനം ഓരോന്നും കിട്ടും. ഞാൻ ഒരു ദിവസം ഇത് വായിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ അന്റാർട്ടിക്ക വരെ അളന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ എന്ന് ചത്ത് വീഴുന്ന അതാണ് നിൻ്റെ ഭൂമി. നിൻ്റെ ഭൂമി അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതകാലം മുഴുവനും എന്നാ. നമ്മൾ ഈ ഭൂമിയിൽ നടക്കുന്ന അത്രയും കാലം നമ്മളെന്ന് നമ്മുടെ കണ്ണടയുന്നു, അന്ന് നമ്മുടെ ഭൂമിക്ക് അതിർത്തിയായി, ഭൂമി തീരുകയാണ്. അപ്പം നമ്മുടെ മരണം വരെ ആരായിരിക്കും? നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ സാക്ഷികളായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ എൻ്റെ കണ്ണടയുന്നത് വരെ അങ്ങയുടെ നാമത്തിന്റെ സാക്ഷിയാകാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അപ്പം നമ്മൾക്ക് കർത്താവ് ഇന്ന് വെളിപാടായി നൽകിയ വചനം ഞാൻ വീണ്ടും നോക്കുകയായിരുന്നു. അത് 8:13 എന്താണ്? പാറയിൽ വീണ വിത്ത്. വചനം വിതക്കുമ്പോൾ വീഴുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഈശോ പറയണത്. ചിലത് പാറയിലാണ് വീഴുന്നത്. പാറയിൽ വീണ വിത്ത് അവർ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. വചനങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമാകും, ഉടമ്പടി എടുക്കുമ്പോൾ സന്തോഷമാകും, ഉടമ്പടിയുടെ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര സന്തോഷമാകും, പ്രത്യാശയാകും. പക്ഷേ എന്താ പറ്റണത്? വേരില്ലെന്ന്. അതാണ് പ്രശ്നം. വേരില്ലാത്തത് കാരണം ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വചനമല്ല, വചനവും വേരുമാണ് പ്രധാനപ്പെട്ട കാര്യം. വചനം മാത്രം പോരാ, വേരുണ്ടാകണം. ഉടമ്പടി ശ്രദ്ധിക്കുന്നത് വേരുകൾ കൂടുതൽ മുളപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പം നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെന്നാ ചെയ്യണത്? അവർ കൂടുതൽ ചില വേരുകൾ മുളക്കാൻ വേണ്ടി അവർ തെങ്ങിൻ്റെ തടിയെ ചേർത്ത് മണ്ണൊക്കെ ഇടും. തടിയെ ചിലയിടത്തത് ഉപദ്രവം ചെയ്യും, ചിലക്കത് ഗുണം ചെയ്യും. ആ മണ്ണ് ശരിക്കും നല്ല ലെവൽ ചെയ്ത് കുറച്ച് വിസ്താരത്തിലിടുകയാണെങ്കിൽ മണ്ണ് വളമെടുക്കാൻ പറ്റുന്ന രീതി പുതിയ വേരുകൾ ഇറക്കും. തെങ്ങ് പുതിയ വേരുകൾ ഇറക്കും. മണ്ണില്ലെങ്കിൽ ആ വേരും പുറ്റുമായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ പുതിയ വേരുകൾ ഇറക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പുതിയ വേരുകൾ. എത്ര വേരുകളാണ് ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾക്ക് വന്നത്? ഒന്ന്, നിങ്ങൾ രോഗികളെ കാണാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അലക്സച്ചൻ പറയായിരുന്നു, ഒരു ദിവസം ലോകത്ത് എന്തുമാത്രം മനുഷ്യരാണ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പണം കൈമാറും, സഹായം കൊടുക്കുന്നത്, എന്തുമാത്രം പേരുടെ വസ്ത്രം കൈമാറണത്, എന്തുമാത്രം പേരാണ് ഭക്ഷണം കൈമാറണത്,
എത്രമാത്രം പേരാണ് ഭാഷകൾ അറിയാത്തവർക്ക് ഭാഷ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിലൂടെ പുതിയ വേരുകൾ ഇറങ്ങുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വചനം നിലനിൽക്കാഞ്ഞതിൻ്റെ കാരണം എന്താ? വേരുകളില്ലാതിരുന്നത് കാരണം. അതല്ലേ, അങ്ങനെയല്ല എഴുതിയിരിക്കണത്. എന്താ എഴുതിയിരിക്കണത്? അതായത് എങ്കിലും അവർക്ക് വേരുകളില്ല. എങ്കിലും അവർക്ക് വേരുകളില്ല. വേരുകളെ ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. വേരില്ലെങ്കിൽ വീണു പോകും. അപ്പോൾ ഉടമ്പടി അന്വേഷിക്കുന്ന പുതിയ വേരുകൾ ഇറക്കുകയാണ്. പുതിയ നിലവിലുള്ള വേരിനേക്കാൾ പുതിയ വേരുകൾ. നിങ്ങൾക്ക് പുതിയ വേരുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? പലതരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യും. അതെല്ലാം പുതിയ വേരുകളാണ് ഇല്ലേ? ചിലർ, ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ചിലർ കണ്ണ് കാണാൻ പാടില്ലാത്തവർക്ക് ഈ പത്രം വായിച്ചു കൊടുക്കും, സാക്ഷ്യങ്ങൾ. അതൊരു പുതിയ, അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വേരിറങ്ങും. ഉടമ്പടിയിൽ ദൈവത്തിലേക്ക് ആൾക്കാർ ഇങ്ങനെ വേര് പാകുകയാണ്. വേര് പാകാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ടേക്ക് ദ സ്റ്റെപ്പ് ഫോർവേഡ്, വേര് പാകുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സ്നേഹത്തിൽ വേര് പാകാൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എഫേസ്യൻസ് ലേഖനം 3:17. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉടമ്പടി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണിത്. നമ്മുടെ ദൈവമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തിന് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കണത്? ഒന്ന് വായിച്ചേ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് വേരുകളില്ലാത്തതിനാൽ ഉണങ്ങിപ്പോകുന്നു എന്നാണ് 8:13 പറയുന്നത് അല്ലേ? ചിലർ പെട്ടെന്ന് വിശ്വസിക്കും, പക്ഷെ വേരുകളില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോകും. ഇപ്പോൾ എന്താ പൗലോസ് അപ്പോസ്തലൻ ഇതിൻ്റെ കൂടെ പറയണത്? ഇത് ലൂക്കാൻ്റെ സുവിശേഷമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇതിൻ്റെ കൂടെ സബോർഡിനേറ്റായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം അല്ലേ? എഫേസ്യസ് 3:17 ഒന്ന് പറഞ്ഞ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം. അപ്പൊ അതുകൊണ്ടാണ് അടി ഉറച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വീണു പോകും. അതുകൊണ്ട് വീണു പോകണമെന്നാണ് പറയണത്. വേരില്ലാത്തത് കൊണ്ട് അത് വീണു പോകുന്നു. വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അടി ഉറക്കണം. അടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ വേരുപാകണം. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹത്തിലെ വേരുപാകയിലാണ് നമ്മൾ എവിടെ നടക്കുന്നത്? നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഉടമ്പടി ജീവിതം. സ്നേഹത്തെ വേരുപാകുന്ന പരിപാടിയാണ് കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത്. അത് തന്നെയാണ്, കാരുണ്യ പ്രവൃത്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ കൈമാറ്റം. ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ഇവിടെ കാരുണ്യ വർഷമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വർഷം മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തായിരുന്നു. ഏത് വർഷമാണ് ഞാൻ മറന്നുപോയി. കരുണയുടെ വർഷം. അപ്പം ഞാൻ ഇവിടെ എനിക്ക് പരിശുദ്ധാത്മാവ് ഈ വിഷയം വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഏറ്റവും വലിയ കരുണയെന്ന് പറയണത് ക്രിസ്തുവിനെ കൈമാറുന്നതാണ്, അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും ചരക്കുകൾ കൈമാറുന്നതല്ല. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാരുണ്യം മനുഷ്യരാശിയോട് കാണിക്കണത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ ഓർഫണേജ് ഉണ്ടാക്കുന്നതോ അതിൻ്റെ പേരിൽ വേറെ ലോകത്തെ ഇവിടെ ദരിദ്ര രാഷ്ട്രമാണെന്ന് പറഞ്ഞ് വിദേശത്ത് പോയി ഓർഫണേജുകൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നതോ അല്ല. അത് സെക്കൻഡറിയാണ്. നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാവുന്നൊരു കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് എടുക്കരുത്. എന്നുവെച്ചാൽ അത് പലപ്പോഴും വരണത് നമ്മൾ ഗതികെട്ടവരാണെന്ന് മറ്റ് രാജ്യക്കാരോട് പറയുമ്പോൾ ആ രാജ്യക്കാർ നമ്മൾ ഒരു ഏഴാം കൂലിയായിട്ട് കാണത്തുള്ളൂ.
അത് അങ്ങനെ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് മറ്റ് രാജ്യങ്ങളോട് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം പോലെ വരും. അതിപ്പോൾ ആര് ചെയ്താലും എപ്പോഴും നമ്മൾ ചെയ്യണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷം കൈമാറാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് സാമ്പത്തികം കിട്ടുന്ന സാമ്പത്തികം നഷ്ടപ്പെടുത്തി കളയാതെ അത് കൈവരിക്കുകയും നമ്മളുടെ കഴിവുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ചെയ്യുന്ന ആൾക്കാരെ കൊച്ചാക്കി കാണുകയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. എന്നാ സംശയം? കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയുക മാത്രമല്ല അതിനുള്ള മനസ്സുണ്ടിന്ന്. കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒരു 50 കൊല്ലം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അവശേഷിച്ച ഏറ്റവും വലിയ സംഭവം ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള, അതായത് മറ്റുള്ളവരെ സ്നേഹിക്കാനും കൈമാറാനുമുള്ള ഒരു കഴിവ് മുമ്പത്തേനേക്കാൾ കൂടി. അത് വലിയ സത്യമായൊരു കാര്യമാണത്. കാര്യം ഞാൻ ആ ഫീൽഡിൽ എത്രയോ വർഷങ്ങളുടെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ക്രിസ്തുവിനെ കൈമാറാൻ എത്രയോ 109 ആതുരാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഒരു സ്ഥാപനവൽക്കരണം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉടമ്പടിയിലെ സ്ഥാപനം നിങ്ങൾ തന്നെയാണെന്ന് പറയും. ഇതിന് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കണില്ല. മറിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് അതിനൊരു ഡയറക്ടറിനെയും സെക്രട്ടറിയെയും വെച്ചിട്ട് ഞങ്ങളത് പൂള് ചെയ്യാമെന്നുള്ള സംഭവം അത് ആദിമസഭയിൽ നിലനിന്നിരുന്ന സംവിധാനമാണ്. പക്ഷേ അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികൾ സുവിശേഷം കൈമാറുന്നു, സുവിശേഷം ആകുക, സുവിശേഷമേകുക എന്ന ആ ഒരു തിയറിയിൽ സുവിശേഷ കൈമാറ്റത്തിന് വ്യക്തികൾ എക്വിപ്പിഡാകണം. അതാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും അതിനാവതില്ലെങ്കിൽ ആ പണിക്ക് പോകരുതെന്ന് ഞാൻ കർശനം പറയുന്ന കാര്യം അതാണ്. ചുമ്മാ പ്രത്യക്ഷ പ്രാർത്ഥനയും ചെല്ല് ഇരുട്ട് മൂലക്ക് ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി എന്ന് പറയണത് അവൻ പറയണത് പോലെ ചെയ്യണ കാര്യമാണ്, അല്ലാതെ ചൊല്ലണ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചെയ്യണം എന്തിനു വേണ്ടിയാണ്? സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യൻസിൻ്റെ 3:17 വായിച്ചത്, നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണം. ഉടമ്പടിയിലുള്ള ആൾക്കാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആശുപത്രി അതുപോലെ തന്നെ ഓരോരുത്തരെയും പറ്റുന്ന പോലെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ചെയ്യേണ്ട സ്പിരിറ്റാണ് പ്രോബ്ലം. ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാനൊരു വസ്ത്രം മറ്റേ കൊടുക്കുന്നു, ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്നേഹത്തിനല്ല പ്രാധാന്യം, ഉടമ്പടിക്കായിരിക്കും പ്രാധാന്യം. ഉടമ്പടിക്ക് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിച്ച് ദൈവം എനിക്ക് ജോലി തരും. അപ്പോൾ ആർക്കാണ്? നിങ്ങൾക്കാണ് പ്രാധാന്യം. ആരാണ് സ്നേഹിക്കണത്? നിങ്ങളെയാണ് സ്നേഹിക്കണത്. അതാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി പ്രകാരം നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവസ്നേഹത്തിലാണ് വേര് പാകേണ്ടത്. അത് ഉടമ്പടി ഇല്ലെങ്കിലും ആ 90 ദിവസം കഴിഞ്ഞാലും ഞാൻ വീണു പോകാതെ അതേ അരൂപിൽ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞേ. കർത്താവേ 90 ദിവസം കഴിഞ്ഞാലും ഉടമ്പടി പുതുക്കക്കാലം കഴിഞ്ഞാലും ഞാൻ ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കും. അമ്മേ പരിശുദ്ധമ്മേ എന്നെ സഹായിക്കണം. ശ്രുതികന്റെ ഹല്ലേലൂയ
കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീരും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീരും. ഈ വീഴ്ച സംഭവിക്കണം എപ്പോഴാണെന്നാണ് പറഞ്ഞത്. അത് 8:13 വായിച്ച് 8:13. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് എന്ന് പറഞ്ഞ എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അപ്പൊ ഇവിടുത്തെ വില്ലൻ ആരാണ്? പ്രലോഭനമാണ്. പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രലോഭനം, ഇപ്പൊ നിങ്ങൾ ഉടമ്പടി എടുത്തു, നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പൊ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുമ്പോൾ പ്രലോഭനം വരാൻ പോണ എങ്ങനെയാണ്? അതിൻ്റെ പ്രലോഭനം അതിൽ തന്നെയാണ് ആ പ്രലോഭനം വരണത്. വെച്ചാൽ ഉടമ്പടി എടുക്കാത്ത ഒരാൾക്ക് നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടും. അപ്പോൾ അത് പ്രലോഭനമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പാടാണ്. നിങ്ങൾ കല്യാണം കെട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഒരുടമ്പടി ഇല്ലാത്ത ആൾക്കാർ നാളെ കല്യാണം കഴിച്ച് പോയി നിങ്ങളുടെ മുമ്പിൽ കൂടി ചെണ്ടി പിടിച്ചുകൊണ്ട് പോയി കാറേ വന്ന് ഇറങ്ങുമ്പോൾ ദൈവം നിങ്ങൾ അണ്ടി കളഞ്ഞ അണ്ണാനപ്പോൾ ഇരിക്കും. 2 തിരി പോയില്ല എന്ന് പറയും കർത്താവ് കത്തിച്ചത്. ഒരു തിരിയും കത്തിക്കാത്ത ആൾക്കാർ ചെണ്ടി പിടിച്ച് നടക്കണം. ഇതിനാണ് പ്രലോഭനം. അപ്പോൾ അവർ നമ്മളുണ്ടാക്കുന്ന പ്രലോഭനം അറിയണമെങ്കിൽ ശരിക്കും പരിശുദ്ധാത്മാവിന് വേണം. കാര്യം ആൾക്കാരുടെ എല്ലാം വീഴ്ചയുടെ ഒരു കാര്യം, വീഴ്ചയുടെ 90% നമ്മൾ വീഴ്ചകളുടെ സർവേ നടത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ സംഭവം തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. വെളിപാടിൻ്റെ വചനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ലേ ചെയ്യണത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലുള്ള തീരുമാനമാണ്. പരിശുദ്ധാത്മാവ് സർവേ നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? ആൾക്കാർ വീണു പോകാൻ കാരണം എന്താണ്? പ്രലോഭനമാണ്. അതാ സംഭവം. പ്രാർത്ഥിച്ച നമ്മുടെ അണ്ടികളഞ്ഞ അണ്ണാനെപ്പോലെയും പ്രാർത്ഥിക്കാത്തവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇതിനേക്കാൾ വലിയ പ്രലോഭനം എന്തുണ്ട്? ഇത് ദൈവം തന്നെ കരുതിക്കൂട്ടി ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രലോഭനം തന്നെന്ന് വരും. പ്രലോഭിപ്പിക്കണ ദൈവത്തിൻ്റെ പരിപാടിയല്ലെന്ന് പറയാനും വളർച്ചയുടെ ഭാഗമായിട്ട് ഇത് അഭിനിവാര്യമായൊരു ഘടകമാണ്. വളർച്ചയുടെ യേശുക്രിസ്തുവിനെ പോലും പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവത്തിന് പറ്റിയില്ല. അതാണ് പ്രശ്നം. ഈ മനുഷ്യത്വം ദൈവികതയിലേക്ക് ഒരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അനിവാര്യ ഘടകമാണ് ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻ ഇസ് ദ ഇന്നെവിറ്റബിൾ സെക്ഷൻ ആണ്. അതെന്തിൻ്റെയാണ്? ഈ വളർച്ചയുടെ ഒരു ഘടകമാണത്. ട്രാൻസിഷൻ, ഒരു പരിവർത്തനം. മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ദൈവ സ്വഭാവത്തിലേക്ക് ഈ ഉടമ്പടി നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ അകത്തൊരു ഘടകമാണ് പ്രലോഭനം. ക്രിസ്തുവിനെപ്പോലും അതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മരുഭൂമിയിൽ പരീക്ഷയൊക്കെ വെച്ചിരിക്കുന്നത്. ആ മരുഭൂമിയിൽ ഒരു മനുഷ്യന് ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങളുടെ സെക്ഷൻസ് തിരിച്ച് അവിടെ പ്രലോഭനങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പിശാചിനെ ക്രിസ്തു ഇപ്പോൾ പ്രലോഭനം എന്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ ഇപ്പം പിശാച് ആണ് യേശുവിനെ പ്രലോഭിപ്പിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രലോഭനമാണെന്ന് ഞാൻ പറയും. അതിന് പറയാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടുകളാണ്. പരിശുദ്ധാത്മാവ് തന്നെയല്ല ഈ പഴയ നിയമം പുതിയ നിയമം എഴുതിയിരിക്കണത്. ഈ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടിൽ ജോബിൻ്റെ അടുത്തേക്ക് പിശാചാണ് വരണത്, ഇല്ലേ? ജോബിൻ്റെ അടുത്ത് പിശാച് വരുമ്പോൾ ദൈവം പിശാചിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ്? നീ എൻ്റെ ദാസനായ
ജോബിനെ കണ്ടോ? അപ്പോൾ ഉടനെ ദൈവത്തോട് പിശാച് പറയും, ദൈവം എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, അവൻ ഇന്ന് വരെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല, അവൻ നീതിമാനാണെന്നല്ലേ. അതിൻ്റെ കാരണം നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ, വേലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ. അവൻ്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി, അവൻ്റെ മക്കൾക്കാർക്കും ഒരു കുഴപ്പമില്ല, അവൻ്റെ സമ്പത്തിന് നഷ്ടമൊന്നുമില്ല, അവൻ്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. നീ ആ വേലി ഒന്ന് പൊളിച്ച് ജോബിൻ്റെ ശരീരത്തിൽ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കുട്ടം പിടിക്കും, അപ്പോഴവൻ നിന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ കാണിക്കാം. അവൻ്റെ മക്കളെ ഞാനൊന്ന് കൈകൊണ്ട് അവൻ പിടത്തല് ഇടിപെട്ട് കയറ്റി മരിക്കും, അപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറഞ്ഞ് ഞാൻ കാണിക്കാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ശരി, ഞാൻ വേലി പൊളിക്കാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ആരെയാണ് ജോബിനെ പരീക്ഷിക്കാൻ വേണ്ടി അനുവദിച്ചത്? പിശാചല്ല, ദൈവമല്ലേ? അതാ സംഭവം. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്തും പിശാച് വരുന്നത് ദൈവത്തിൻ്റെ ഒരു കൺസെൻറ്റോട് കൂടിയാണ്. അല്ലാതെ എൻ്റെ സ്വകാര്യമായ ആലോചന ഇപ്പം കിട്ടിയ പറയണമല്ല, ഞാൻ പഠിച്ചു വെച്ച് പറയണമല്ല.